ഒരിക്കൽ കോളേജിലാവൻ വന്നപ്പോ ആണ് നമ്മള് പിന്നെ കാണുന്നതും സംസാരിക്കുന്നതും പിന്നെ അങ്ങ് സംസാരിച്ച് തുടങ്ങി. കോളേജിലുള്ളപ്പോ നമുക്ക് അങ്ങനെ വലിയ പരിചയമൊന്നും ഉണ്ടായില്ല. കോളേജിൽ നിന്ന് അവൻ പോയതിനു ശേഷം ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു. കോളേജിൽ നിന്ന് കണ്ട സമയത്ത് കൊറോണയൊക്കെ ആയിരുന്നു. ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് ഹായ് എന്നെ മനസ്സിലായോ ചോദിച്ചു. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇല്ല മനസ്സിലായില്ല ആരാന്ന് ചോദിച്ചു. ഈ ആരാന്ന് ചോദിച്ച ആളെയാണ് ഞാനിപ്പോ കെട്ടാൻ പോകുന്നത്. ആളിനി ഒരിക്കലും എന്നോട് അങ്ങനെ ആരാന്ന് ചോദിക്കില്ല. അറ്റാച്ച്മെന്റ് ഞാനും അവളും കൂടുതൽ ഒരു ബോണ്ടിങ് ആണ്. നമ്മൾ അടികൂടാറുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഭയങ്കര അടിയാണ്. ഞങ്ങളുടെ ജാതകമേ അങ്ങനെയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ പോണ എന്നിട്ട് രണ്ടുപേരും ഒന്ന് സെപ്പറേറ്റ് ആക്കാൻ ഞങ്ങൾക്ക് ഇപ്പം വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവളെ കല്യാണം മേഘു മേഘു എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ചെറിയ അവള് കോളേജ് കഴിഞ്ഞതോ ജോലി ചെയ്യുന്നതോ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും രജിസ്റ്റർ ആവുന്നില്ല. അവളൊരു 18 കടന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവൾ മെച്ചുവേർഡ് ആയെന്നാണ് തോന്നുന്നത്. ഗെറ്റിംഗ് മാരീഡ് എന്ന് കേട്ടപ്പോ ഞാനും ചേച്ചി ആദ്യം ഡിസ്കസ് ചെയ്ത് മേഘുവിന്റെ കല്യാണോ, മേഘുവിന്റെ കല്യാണപ്രായം ആയോ, അതായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അമ്മ പറയും കല്യാണപ്രായമൊക്കെ ആയി. ഞാൻ അവളെ ഒരു കല്യാണം കഴിച്ച ഒരു വീട്ടിൽ പോവാന്ന് പറയുമ്പോ ഞങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ രാഹുൽ ഹോപ്പ്ഫുള്ളി നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും. അവൻ കുറച്ച് കാം ആൻഡ് കമ്പോസ്റ്റ് ആണ്. അപ്പൊ മേഘുവിന്റെ കുറച്ച് ടാൻട്രംസ് ഒക്കെ അവൻ ശരിയാക്കും അല്ലേ? ശരിയാവും. മേഘുവിന്റെ റീൽസ് എടുത്തെടുത്ത് രാഹുൽ പഠിക്കുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവർക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതും കൂടി രജിസ്റ്റർ അല്ല. എപ്പോഴും അവർക്ക് എപ്പോഴും ആള് മേഘുവാണ്. അവര് നാട്ടിൽ വന്ന എപ്പോഴും മേഘുവാണ് ഉണ്ടാവുക. ഞങ്ങള് പുറത്താണ്. ലോൺലിനെസ് ഫീൽ ചെയ്യാൻ ഡെഫിനറ്റ്ലി. എന്നാലും നമുക്കൊക്കെ ഒരു വിഷമം തന്നെ. ഹോസ്റ്റലിൽ ആദ്യം ഞാൻ പരിചയപ്പെടുന്നതും ആദ്യം കണക്ട് ചെയ്ത ആളായിട്ടാണ്. കാരണം ഞാൻ കണ്ണൂരിന്ന് അവളും കണ്ണൂരിന്ന്. അപ്പോൾ കണ്ണൂർ ബന്ധം. അപ്പോൾ പെട്ടെന്ന് കണക്ട് ആയത് ഞാനും ആളാണ്. പിന്നെ ഇതിന്റെ ഇടയിലോട്ട് കുത്തിക്കറി വന്നതാണ്. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കമ്പനി ആയത്. പിന്നെ ഇപ്പോ 5 വർഷം കോളേജും കഴിഞ്ഞു. ഇപ്പൊ ഞാൻ TCS അവളുടെ കൂടെയാണ്. ഇപ്പൊ ഫുൾ ടൈം ഒരുമിച്ച് ഫ്ലാറ്റിലാണ്. ഇപ്പൊ അവള് പോവാണ്, ഞാൻ ഒറ്റക്ക്. सितारों से सजी हंसी ये शाम है, इसका मिजाज भी कुछ और है. थाम कर तुझे इन बाहों में रख लूं मैं अब यूं ही उम्र भर. तुझसा हंसी जहां में ना कोई मिले, आँखों में तेरी मैं यूं गुम हुआ.
ഇൻട്രോവേർട്ടും ഒരു എക്സ്ട്രോവേർട്ടും കല്യാണം കഴിച്ചാൽ അങ്ങോട്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ്. മേഘ്ന ആൻഡ് രാഹുലിന്റെ റിംഗ് ആൻഡ് സെൻസ് സെറമണിയിലെത്തിയ പ്രിയപ്പെട്ട ഏവർക്കും ഒരിക്കൽ കൂടി ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. मेरे साथ तू अब है यही जाने न दूं मुस्कान तेरी तेरा मैं हुआ हूँ तू मेरी हुई है तेरा मैं हुआ അവൻ തന്നെ വാശി പിടിക്കും, അവൻ അത് സാധിച്ചെടുക്കും, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ സാധിച്ചെടുക്കും. അമ്മ എപ്പോഴും അവനൊരു സോഫ്റ്റ് കോർണർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവൻ ആ ഒരു വരുന്നവരുണ്ടല്ലോ, അത് വാശി എന്നതിൽ മാറിയിട്ട് അവൻ അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ പ്രാപ്തനായെന്നാണ് നമ്മൾ കുറച്ചുകൂടി കാണുന്നത്. Megu, all the best. എൻ്റെ വിച്ചുവിനും മേഘൂസിനും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. Let her enjoy her life. Congratulations, Megu. We love you. ചെറുപ്പത്തിലും മേഘു വളരെ സാധുവാണ്. അവൾക്ക് അതൊന്നും പ്രശ്നം, അവൾക്ക് പാല് കിട്ടിയാൽ മതി, എപ്പോഴും അവൾക്ക് പാല് വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല, അങ്ങനെ അധികം ഷാഠ്യം പിടിച്ച് കഴിയുന്നില്ല. അപ്പം ബാക്കി രണ്ടാളും കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു മേഘു എൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോഴാണ് അതിൻ്റെ ഒരു നമുക്കൊരു മേഘുവാണ് എപ്പോൾ ഞാൻ വരുമ്പം നാട്ടിലേക്ക് വരുമ്പം ലീവ് എടുത്ത് നാട്ടിൽ വരും, എൻ്റെ കൂടെ താമസിക്കും. അല്ലെങ്കിൽ ഞാനിവിടെ കൊച്ചിയിൽ വന്നിട്ട് മേഘുവിൻ്റെ കൂടെ താമസിച്ചിട്ട് പോകും. हो क्यों रही है मेरे ख्यालों में, बस तू गई है यूं. നമുക്ക് ഞെട്ടിക്കാം, ഞെട്ടിയില്ലെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കല്യാണം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വളർച്ചെടുത്ത് ഞാൻ കെട്ടാൻ പോവുകയാണ്. സന്തോഷമേ ഉള്ളൂ, കെട്ടാൻ മാത്രം ഉണ്ടാവും ചിലപ്പോൾ അറിഞ്ഞൂടെ. Bye. അടുത്ത ആ ஆசை முகம் குழலாட பாவை தவம்